ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഇന്ന് എന്നത്തെയും പോലെയല്ല, കുറച്ച് നേരം വൈകിയാണ് നീക്കാൻ കാരണമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നേട്ടന് ചോറൊന്നും കൊണ്ടുപോകണ്ട, അതുകൊണ്ട് തന്നെ ഇന്ന് സാവകാശമാണ് അടുക്കളയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ചോറ് കൊണ്ടുപോകണ്ട, പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ നേരം വഴുകും കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് എന്താ പറയുക, വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗോതമ്പ് പൊടി 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതേ കപ്പിന് 1 കപ്പ് നാളികേരം, 1/2 കപ്പ് ചോറ്. നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടും പച്ചരി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണ അതേ കൂട്ടന്നെയാണ്. എന്നാലും ഗോതമ്പ് പൊടി അറിയുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാവില്ലേ, ചിലർക്കൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതങ്ങനെ അര സ്പൂണ് 3/4 ടീസ്പൂണൊന്നും വേണ്ട കേട്ടോ. 1/2 സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1.5 സ്പൂണ് പഞ്ചസാരയും ചേർത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല, ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏത് ഗോതമ്പ് പൊടിയിലും ചെയ്യാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് ചെറിയൊരു ഒട്ടലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ നിറയെ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ പത്തിരിക്കും പിന്നെ നൂൽപുട്ടിനൊക്കെ പൊടിക്കുന്ന ആ പൊടിയില്ലേ, അതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് 1-2 സ്പൂണ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേയായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ടാതിരിക്കും കേട്ടോ. നമ്മൾ പൊടി ഇട്ടിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ അത് പൊടി പോലുള്ള ഏത് സംഭവമാണെങ്കിലും അടിയിലൊന്ന് ആദ്യം ഇങ്ങോട്ട് കട്ട പിടിക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ ആ ഒരു മിക്സി അനങ്ങി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് വേണ്ട, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് മിക്സിക്ക് കേടാണെന്നൊക്കെ പറയണേക്കാം. പക്ഷേ എങ്കിൽ നമ്മളെപ്പോഴും മറക്കും കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം ഇടേണ്ട സാധനം ഇട്ട് കൊടുക്കും, പിന്നെയും വെള്ളത്തിൻ്റെ ഓർമ്മ. അപ്പം ഞാൻ ഏതായാലും കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ ആദ്യം തന്നെ തോനെ വെള്ളം ഒഴിക്കാനൊരു പേടിയല്ലേ. അപ്പം ഇത് ഒരു ഗോതമ്പ് പൊടി ആയിട്ടാണ് തോന്നുന്നത്, എനിക്കറിയില്ല. കുറേ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അത് അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മൾ അരിപ്പൊടിയാണെങ്കിലും അങ്ങനെ അരച്ചെടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് നമ്മളത് അരിയൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ ഇത്ര അധികം വെള്ളം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഏതായാലും 2ാമത്തെ ട്രിപ്പും ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. കപ്പി കാച്ചേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് അരി കാച്ചെടുക്കുക അങ്ങനത്തെ ഒരു കാര്യമൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ആക്കിയാൽ മതി. അതേപോലെ നീച്ച് കഴിഞ്ഞിട്ട് 6:30 ആയിട്ടാണ് അടുക്കളയിൽ എത്തിയിട്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ എന്താക്കി വെക്കണത്. അപ്പോൾ നമ്മൾ ഒരുവിധ പണികളൊക്കെ നമ്മളത് ആദ്യം കറിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ 1/2 മണിക്കൂർ മതി കേട്ടോ അത് പൊന്തി കിട്ടാൻ. എന്നാൽ തന്നെ നല്ലോണം പൊങ്ങി വരും. അപ്പോൾ മിനിമം 1/2 മണിക്കൂർ കൊടുക്കണം, എന്നാലുള്ള ആവുക. പിന്നെ അത് നല്ലോണം പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് വേറൊരു ടിപ്പും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരയ്ക്കാൻ അങ്ങനെ നിൽക്കുമ്പോഴേ കുറേ സമയം അതിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വേറെ വല്ല പണികളൊക്കെ എടുക്കാൻ തോന്നും കേട്ടോ. എൻ്റെ ഒരു കുഴപ്പമാണത്. അതിലേക്ക് തന്നെ മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മടുപ്പ് പോലെയാണ്. അത് അരച്ച് വരുവോളം അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു വെറുതെ നിൽക്കണ പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതാക്കണേ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പച്ചവെള്ളത്തിൻ്റെ തണുപ്പൊന്ന് വിടിച്ചാൽ മതി, ഒരുപാട് ഓവർ ചൂടൊന്നും ആവരുത്. എന്നാൽ ചെറിയൊരു ചൂട് വേണേനും. അങ്ങനെ ആക്കിയിട്ട് ഒരിത്തിരി വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും, അത്ര മതി. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കണ മാവില്ലേ, അതിനേക്കാളും കുറച്ചുകൂടി ലൂസ് വേണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വേണമെങ്കിൽ ചുട്ട് കൊടുക്കുക. ഓവറായിട്ട് നല്ല പൊള്ളപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ളൂ, എന്നാലും ഒരു മീഡിയം പൊള്ളക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു 6:30-6:45 അരച്ച് കഴിഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ചുട്ടെടുക്കുള്ളൂ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ടാണെന്ന് തീ പിടിപ്പിക്കാനൊക്കെ നിൽക്കണേ കേട്ടോ. അപ്പോൾ അടുപ്പിലെ വെണ്ണീരില്ലേ, അപ്പോൾ ചിലർ ചാരം എന്നൊക്കെ പറയും, വെണ്ണീര് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വെണ്ണീര് എന്നൊക്കെ പറയും. അത് കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്നൊന്നും കോരലില്ല. ഇതെന്നും കോരാതിരുന്നാൽ ഇതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ദിവസവും അടുപ്പിലെ വെണ്ണീര് കോരിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോഴാണ് എടുക്കലുള്ളത്. എന്താ വെച്ചാൽ അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഒന്നും കോരാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോൾ നല്ലോണം ആവും. അപ്പോൾ അതൊന്ന് കോരിയെടുക്കും. നമ്മളെ എന്താ പറയുക, സാധാരണ അടുപ്പിൽ ആയിരുന്നെന്ന് ദിവസം എടുക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ അതിൽ നമുക്ക് തീ കത്തിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. ഇതിൽ പിന്നെ അങ്ങനത്തെ കുഴപ്പമില്ല.
മൊത്തം അവിടെ വെണ്ണീരാവും കേട്ടോ. മറ്റതിങ്ങനെ കരിയൊക്കെ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനെന്തായാലും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ തീയൊക്കെ ഉഷാറായി കത്തിച്ച് അടുപ്പിൽ ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചോറിനുള്ള വെള്ളമാണ്. അപ്പം നേട്ടനെ കൊണ്ടോണ്ടെങ്കിലും ഏട്ട ഇവിടെ ഉണ്ട്, അതുകൊണ്ടൊന്ന് റേഷൻ അരി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് റേഷൻ പിടിയത്തെ അരി വെക്കണം. ഞാൻ പറയില്ലേ ഞങ്ങൾക്ക് 2 ഇഷ്ടങ്ങളാണ് ഇവിടെ നിന്ന്. അപ്പോൾ പിന്നെ അതെന്തായാലും വെക്കണം. അപ്പോൾ നീച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കണ പണികൾ ഓരോന്ന് എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. ഇന്നാലും ചെറിയൊരു മടിയും ഉഴപ്പലൊക്കെ ഉണ്ടാവും പണിയില്ല എന്ന് പറഞ്ഞാൽ. കറികളൊക്കെ വെക്കാൻ അങ്ങനെ മടിച്ച് നിൽക്കും കേട്ടോ. കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഈ പണി കഴിയട്ടെ എന്നൊക്കെ വിചാരിക്കും. നേരെ മറിച്ച് നമുക്ക് പണിയൊക്കെ ഉണ്ടെങ്കിൽ ആ 8 മണിയാകുമ്പോഴേക്കും എല്ലേതും ആവണല്ലോ വിചാരിച്ചിട്ട് എത്ര നേരം വഴുകി നീച്ചാലും എങ്ങനെയെങ്കിലുമൊക്കെ അതാക്കി എടുക്കും കേട്ടോ. അപ്പോൾ വെള്ളപ്പത്തേക്ക് ഒരു കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് തന്നെ ഉള്ളിയും തക്കാളിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കിഴങ്ങൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുട്ടക്കറി എന്നൊന്നും വിളിക്കാൻ പറ്റൂല കേട്ടോ, ഉള്ളിക്കറി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു അപ്പത്തേക്ക് മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട റോസ്റ്റ്, അതുപോലെ വെജിറ്റബിൾ കുറുമ, ചിക്കൻ കറി, അതൊക്കെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലിതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വാടി വരാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഉപ്പിനേക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് വാടി വരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരിത്തിരി സമയം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഉള്ളി വാട്ടി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു നല്ല ടിപ്പാണ് കേട്ടോ അത്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുകൊണ്ട് പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായി കിട്ടും. അപ്പോൾ കുറച്ച് സമയം തന്നെ അടച്ച് വെച്ചു. പിന്നെ അതൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും ഒരുമിച്ച് വേണമെങ്കിൽ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ ആക്കട്ടോ. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത്രയും സമയം നമുക്ക് പോവുകയാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ മുന്നേ ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നാളികേരം, ഒരു വെളുത്തുള്ളി, ഒരു ഇത്തിരി പെരുംജീരകം, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്താ പറയുക, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആവും അതും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാടി വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മല്ലിപ്പൊടി, ഓവറായിട്ടൊന്നുമില്ല. 1 സ്പൂണോ 1.5 സ്പൂണൊക്കെ ചേർത്താൽ മതി. 1.5 സ്പൂണൊക്കെ ആകുമ്പോഴത്തേനും ഓവറാവും കേട്ടോ. കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകും കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടാൻ കേട്ടോ. വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങോട്ട് ജസ്റ്റ് തിളച്ച് കിട്ടിയാൽ മതി. ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വെന്തതാണല്ലോ. പിന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരു മുട്ട ഇരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയതും. ഒരൊറ്റ മുട്ടയുള്ളൂ, മുട്ടക്കറിന്ന് പറയാനൊന്നും പറ്റൂല. എന്നാലും ഒരു മുട്ടയാണെങ്കിലും അതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാവും കേട്ടോ. ആ ഒരു ടേസ്റ്റ് എന്തായാലും അതിൽ വരും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് മുട്ടക്കറി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓവറായിട്ടുണ്ട് മിക്സാക്കി കൊടുക്കണമൊന്നുമില്ല. അത് നടുക്ക് കടന്നിട്ട് ആദ്യം ഒന്ന് എന്താ പറയുക, ഓംലേറ്റിൻ്റെ മാതിരിയൊക്കെ ഒന്ന് ആയി വരട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ മുട്ടകളുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അനക്കാതെ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിടുകയാണെങ്കിൽ അപ്പം പോലെ ഉണ്ടാവും കേട്ടോ അതിൽ കിടക്കണേ. അപ്പോൾ പുഴുങ്ങേണ്ട ആ ഒരു സമയമൊന്നും വരില്ല. അതേ ഒരു ടേസ്റ്റിലൊക്കെ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു മുട്ട ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ അതങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, നാളികേരത്തിൻ്റെ കൂട്ട്, അതും കൂടി ഇരിക്കാണ്ട് ഒഴിച്ച് കുറച്ചും കൂടിയും വെള്ളം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തട്ടിക്കൂട്ട് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറിയെന്നോ ഉള്ളിക്കറിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. എന്തായാലും ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, അടുപ്പിൽ ചിരട്ട കത്തിക്കലുണ്ടോ ചേച്ചിയും ചോദിച്ചിരുന്നു. ഞാൻ ചിരട്ടയും ചകിരി തെങ്ങുമട്ടൽ എല്ലാം കത്തിക്കലുണ്ട് കേട്ടോ. കത്തി കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ഒരു അടുപ്പിലിട്ട് കത്തിക്കലുണ്ട്. ഇതുവരെ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അമ്മ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് കത്തി ഒന്ന് മൂർച്ച കൂട്ടുകയാണ് കേട്ടോ. ഇവിടെ അമ്മീമേലിട്ടിട്ടാണ് അമ്മ മൂർച്ച കൂട്ടലുള്ളത്. നല്ലോണം മൂർച്ചയാവും കേട്ടോ. അമ്മ കത്തി തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം മൂർച്ചയാവും. പക്ഷേ ഇക്കും അമ്മയ്ക്കും വേറെ വേറെ കത്തികൾ. എന്താ വെച്ചാൽ അമ്മേൻ്റെ കത്തി ബ്ലേഡ് പോലെയും എൻ്റെ കത്തി അത്ര ബ്ലേഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ദിവസം എൻ്റെ കൈ മുറിക്കാനൊക്കെ ഒഴിവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അമ്മേൻ്റെ കത്തിയുള്ളൂ നല്ലോണം മൂർച്ചയൊക്കെ. എൻ്റെത് പറ്റങ്ങോട്ട് മണ്ടയാവുമ്പോൾ ഒന്ന് അരുതി തരും കേട്ടോ. എന്നാലും ഓവറായിട്ടൊന്നും അരുതി തരൂല. അപ്പോൾ അമ്മ ഒന്ന് ചേനപ്പേരി വെക്കാനിട്ട് ചേന നന്നാക്കണ പരിപാടിയാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് ഇങ്ങനെ നന്നാക്കുമ്പോൾ കൈയൊക്കെ ചൊറിയും കേട്ടോ. അപ്പം ചെയ്തായാലും വേറെ പണികളെടുത്തോ, ഞാൻ ഇത് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പം എന്നാൽ അമ്മ ഏതായാലും നന്നാക്കല്ലേ, ഞാൻ വേഗം അപ്പം ചുടട്ടെ വിചാരിച്ചു. അപ്പം കറിയൊക്കെ ആയ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ നല്ലോണം പതഞ്ഞ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ശരിക്കാണെങ്കിൽ ഇത് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ അരമണിക്കൂറിലേറെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ ചുട്ടെടുത്താൽ മതിയല്ലോ. ഇത് ചുടുമ്പോൾ ആ ഒരു സമയത്ത് ചുടുന്നത് ആർക്കാ വേണ്ട വെച്ചാൽ കൊടുക്കുകയും ചെയ്യാം. കറി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം ചുട്ടെടുക്കാൻ ഒരു പണിയില്ല കേട്ടോ. അപ്പം ഞാനെന്നും അടുപ്പത്ത് ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടാണ് ചുടലുള്ളത്. അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇതതിൽ കിട്ടുമോ, ഗോതമ്പപ്പൊടിയല്ലേ. അപ്പം അങ്ങനെ ഒരു പേടിയുണ്ട്. ഞാൻ ഈ ഒരു അപ്പച്ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിലും വേഗം കിട്ടും. പിന്നെ അതിലാകുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ പരട്ടി കൊടുക്കണം, ഇതിലാകുമ്പോൾ വേണ്ട. അപ്പം അമ്മയും പറഞ്ഞു അതിൽ ചുട്ടോളാം, എന്നാൽ പിന്നെ അതിൽ എണ്ണയൊന്നും പരട്ടണ്ടല്ലോ, അപ്പം അതിലാണ് ചുട്ടാൽ വേഗം ആവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിലാണ് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ലോണം ഓട്ടയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അപ്പം തന്നെയാണ്. അപ്പോൾ ഇത് ഗോതമ്പപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സംഭവം ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമാവും. ഇനിയിപ്പോൾ നാളികേരത്തിന് പകരം ഇതിൽ നാളികേര പാല് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇല്ലേ പൂ പോലത്തെ അപ്പം ഉണ്ടാക്കണം. അപ്പം ഞാനും ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വേഗം ഇതാക്കണം, പൂ പോലുള്ള അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏട്ടാ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുക, ഇപ്പം ഇന്ന് എന്താ അപ്പം കൊണ്ട് കളിച്ചൊത്തിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങനെ ഒരു പൂതി ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കലില്ല. അപ്പം എല്ലാവരും ഇങ്ങനെ കാട്ടണം കാണാമല്ലോ. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ ശരിക്കാണെങ്കിൽ എനിക്ക് ഈ ഒരു ചട്ടിയിൽ ചുടുന്ന ഒരു പ്രാന്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു 4 മൂലക്കിലുള്ള ആ സ്കൂറുകളല്ലേ അവിടെ അങ്ങോട്ട് തങ്ങി നിൽക്കൂട്ടോ നമ്മൾ എടുക്കുമ്പോൾ. അപ്പം അതിമ തട്ടാതെ വേണം ചുറ്റിച്ചെടുക്കാൻ. അതിമ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം പൊട്ടിയിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ അപ്പച്ചട്ടി വാങ്ങുമ്പോൾ എപ്പോഴും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചുകൂടിയൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കുറച്ച് അപ്പങ്ങളൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടിയും ചുടാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചൂടോടുകൂടി കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാവും. മുട്ട റോസ്റ്റോ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പം ചുട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് ചായ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇതാക്കുന്ന വട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പം ചൂടൽ ഇവിടെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇന്ന് പാക്കം പോലെ മതിയല്ലോ എന്നുള്ള കാട്ടിക്കൂട്ടലാണ് കേട്ടോ. മക്കൾക്കും തന്നെ ഇന്നിപ്പോൾ ഞാൻ അനുമോക്ക് ചോറ് വേണ്ട, ഈ വെള്ളപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കൊടുത്തയക്കുന്നത്. കറി ഉണ്ടല്ലോ, കണ്ണനും പിന്നെ മതി. പിന്നെ ഏട്ടന് കൊണ്ടുപോകണമെങ്കിലുള്ളൂ നമുക്ക് നിർബന്ധം കറികളൊക്കെ വേഗം ആവണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും എന്തായാലും വേണ്ടാത്തതുകൊണ്ട് ഇതാക്കണ മക്കൾക്ക് ചായയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അനുമോളും കണ്ണനൊക്കെ ചായ കുടിച്ചു, നന്ദൂന് ഞാൻ ചായ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ വേണ്ടി നിൽക്കുകയാണ്. കറികളൊക്കെ ഒന്ന് സാവകാശം വെക്കണുള്ളൂ. അപ്പോൾ അനുമോളെ പുറപ്പെടലൊക്കെ കഴിഞ്ഞു, കണ്ണ സ്കൂളിലേക്ക് പോയി. എന്നിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ നിൽക്കണം. അപ്പോൾ ഏട്ടനും തന്നെ ചായടിയൊക്കെ കഴിഞ്ഞ് പണി സൈറ്റിലേക്ക് പോയതാണ് കേട്ടോ. ഇനി പുതിയ സൈറ്റ് തുടങ്ങണമെങ്കിൽ പണിസാനൊക്കെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ വരുമ്പോൾ മീൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. മീൻ കൊണ്ടുവന്നിട്ട് അത് ഉണ്ടാക്കുക. പിന്നെ അമ്മ ചേന അരിഞ്ഞിട്ടുണ്ടല്ലോ, അത് അതിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പേരിയാക്കാണ്. കുക്കറിലൊന്നും ഇട്ടില്ല കേട്ടോ, ചീനച്ചട്ടി തന്നെയാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സ്കൂളിലേക്ക് പോണതിൻ്റെ മുന്നേ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ മാതിരിയാണ് ഞാൻ എപ്പോഴും പറയലില്ലേ. ഇന്നിപ്പോൾ പണിക്ക് പോവാത്തതുകൊണ്ട് ഒക്കെ തല തിരിഞ്ഞുകൊണ്ടാണ് കേട്ടോ പരിപാടി. തിരുമ്പാളതൊക്കെ മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അതിൻ്റെ പണി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കല്ലുമ്മ തിരുമ്പാണ്ട് അതെന്തായാലും ഞാൻ വൈകുന്നേരം തിരുമ്പുള്ളൂ. വൈകുന്നേരം ഇനിയിപ്പോൾ ഏതായാലും മക്കൾ വന്നാൽ ഉണ്ടാവൂലേ. അപ്പം ഞാൻ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ കുറച്ച് സോയാബീൻ ഇവിടെ ആക്കണുണ്ട് കേട്ടോ. നന്ദൂന് എന്തായാലും എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വേണം. അപ്പം ഞാൻ സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോക്കും തന്നെ ആ കൂട്ടത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്ക് അപ്പത്തേക്ക് അതും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ആക്കിയിട്ടേന്ന് അടിച്ചു വരാൻ പോയത്. അപ്പോൾ അതങ്ങനെ ചേനയൊക്കെ കുറച്ച് അധികം വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേനയൊന്ന് എന്താ പറയുക ഒരു ഉറപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് വേവിക്കും വേണം. കുക്കറിലാണെങ്കിൽ പെട്ടെന്നാവും, പക്ഷേ ഇങ്ങനെ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി. അപ്പോൾ ഇതാ അടിച്ചു വാരൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അടുക്കളയ്ക്കൊക്കെ വന്ന് നോക്കണത്. അപ്പോൾ അമ്മ പുറത്തു കൂടെ ഓരോ പണികളെടുത്ത് നടക്കണുണ്ട് കേട്ടോ. അപ്പം അമ്മേനെ കണ്ടില്ല, അച്ഛനെ കണ്ടില്ല എന്ന് ഓരോരുത്തർ പറയലുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഒരു വിധമൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കലുണ്ട്. അപ്പോൾ അമ്മ അത് അമ്മേൻ്റെ സെറ്റ് സാരിയൊക്കെ നാളൊരു ദിവസം കുട്ടീനെ കാണാൻ പോയപ്പോൾ ഉടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരുമ്പി ഉണങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിലൊന്ന് കൊള്ളിക്കട്ടെ പറഞ്ഞിട്ട് പുറത്ത് കൊണ്ടിടാൻ പോവുകയാണ്. അനുമോള് പിന്നെ പുറപ്പെടലോ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നന്ദുവിനെ കൂളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഓനങ്ങനെ പഠിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വെറുപ്പ് പോലെയാണ് കേട്ടോ. നേരെ മറിച്ച് കളി കൂടെ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്.
എപ്പോഴും ഗുഡാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അടുത്തത് പഠിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് എങ്ങനെയെന്നൊന്നും അറിയില്ല. അനുമോളൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ, പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ അത് മെല്ലെ 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 ഇങ്ങനെ കുറഞ്ഞു വരും ഇവർക്ക്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് പൊതുവേ എല്ലാ കുട്ടികളുടെ സ്വഭാവമാണെന്ന് എല്ലാ അമ്മമാരും അങ്ങനെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അടിച്ചു വാരലാണ് വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ, ആകെ അടിച്ചു വാരൽ. എന്താ വെച്ചാൽ എൻ്റെ അനുട്ടീൻ്റെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട്, അമ്മേൻ്റെ അങ്ങനെയല്ല കേട്ടോ. അതുകൊണ്ട് ആകെ എപ്പോഴും മുടിയാവും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു റൂമിൽ, ഞങ്ങളെ റൂമിൽ നിന്നിട്ടാണ്, ഇവിടെ നിന്നിട്ടാണ് മുടിയൊക്കെ ചീന്തലുള്ളത്. ഞാൻ എപ്പോഴും പുറത്തേക്ക് പോകാൻ നോക്കൂട്ടോ, അനുട്ടി പിന്നെ എത്ര പറഞ്ഞാലും ഇവിടെ നിന്നിട്ട് ചീന്തും, നല്ലോണം മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ എപ്പോൾ അടിച്ച് വാരുമ്പോഴും ഓരോ കെട്ട് മുടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അടിച്ച് വാരുന്നവർക്ക് അറിയാം, ആ മുടി ഇങ്ങനെ ആവുമ്പോൾ അങ്ങോട്ട് അടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് തന്നെ പാറി വരും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അടിച്ച് വാരാൻ നിൽക്കുന്നത് ഭയങ്കര ഭ്രാന്തുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ അടിക്കുകയാണെങ്കിൽ എന്നും കട്ടിലിൻ്റെ ചോടും സെറ്റീൻ്റെ ചോടൊക്കെ ആണെങ്കിലും ഞാൻ അടിച്ച് വാരും കേട്ടോ. അതല്ലാതെ അങ്ങനെ ഒഴിച്ചിടൂല, ഒന്നായിട്ട് എടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യൂല. മക്കളുള്ള വീടാകുമ്പോൾ എപ്പോഴും നമ്മൾ കട്ടിലിൻ്റെ ചോടൊക്കെ അടിച്ച് വാരണം. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു പേപ്പറോ പെൻസിലോ പേനയോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ചോട്ടിലുണ്ടാവും കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകൊണ്ട്, കട്ടിലിൻ്റെ ചോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. മക്കൾ ഓരോ പണി ഒപ്പിച്ച് വെക്കും. അപ്പോൾ അത് ദിവസം ഒന്ന് കുമ്പിട്ട് അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അടുക്കള പിന്നെ ഞാൻ 2 പ്രാവശ്യം തുടക്കി കേട്ടോ. അടുക്കളയിലല്ലേ കൂടുതൽ പരിക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ്, ഞാൻ നന്ദുവിനെ കൊണ്ടേക്കാൻ വേണ്ടി പോരുകയാണ്. അപ്പം ഇനി ചെന്നിട്ടുള്ളൂ കേട്ടോ കറിയുമ്മയ്ക്കൊക്കെ നോക്കണ പരിപാടി. അപ്പോൾ ഓനെ കൊണ്ടേക്കിയപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇതുമ്മയ്ക്ക് നോക്കി ഒരു ഹായ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നല്ല വെയിലാണമ്മ, അതുകൊണ്ടാണ് നോക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓനെ കൊണ്ടേക്കി വന്നപ്പോഴേക്കും ഇതാക്കണേ ചേനപ്പേരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറവിടണം. അപ്പോഴേക്കും ഇതാക്കണേ ഏട്ടൻ മീൻ കൊണ്ടുവന്നിരുന്നു, കുഞ്ഞ മത്തിയാണ് കേട്ടോ. എന്നിട്ട് അമ്മ അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ മത്തിയാണ്. അമ്മയ്ക്കാണെങ്കിൽ മത്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്, എന്നാലും കേട്ടോ അത് നന്നാക്കിയൊക്കെ വെച്ച് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പീര ഒന്ന് വെക്കണം. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, പല വീഡിയോസിലും പീര വെക്കണതൊക്കെ കാണിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ രാവിലെ എടുത്ത് വെച്ച നാളികേര വെള്ളമാണ്, അപ്പോൾ അത് ഏട്ടനൊന്ന് കുടിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോഴേ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിട്ടത്. നിറച്ച് തൊട്ടാവാടിയാണ് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ ഇഷ്ടമായി. നന്ദോനി അങ്ങനെ കാട്ടി കൊടുക്കുന്നു. ഞാനൊക്കെ സ്കൂളിൽ പോയെന്നൊരു സമയത്ത് അതിനെങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ ഞാൻ അവനോട് പറയുന്ന അമ്മൂട്ടിയാകുമ്പോൾ തൊട്ടോക്ക്, അത് ഉറങ്ങും, തൊടുന്നത് ഉറങ്ങും എന്ന് അറിയായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, അടുത്തുനിന്ന് കാണാൻ. ഇതിൽ അത്രത്തോളം അങ്ങോട്ട് ക്ലിയർ അല്ല തോന്നുന്നത്, നല്ല രസമുണ്ട്. ഫുള്ള് തൊട്ടാവാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് എല്ലാ സ്ഥലത്തും എന്താ പേര് പറയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്